വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഓരോരുത്തരും ജനിച്ചു വളർന്ന വീടിനോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാകും. അവർക്ക് എന്നും സ്പെഷ്യൽ ആയിരിക്കും അത്. ആ വീട് വിട്ട് ദൂരേക്ക് പോകേണ്ടി വന്നാലും എന്നും ആ വീട്ടിലെ ഓർമ്മകൾ മനസ്സിൽ തളം കെട്ടി കിടപ്പുണ്ടായിരിക്കും. അത്തരത്തിൽ പത്തനംതിട്ട ഇലത്തൂരിലെ പഴമ നിറഞ്ഞ ഈ വീട് ആ വീട്ടുകാരെ സംബന്ധിച്ച് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ്. മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാൽ ജനിച്ചു വളർന്ന വീടാണിത്. മോഹൻലാലിന്റെ അമ്മ ശാന്താകുമാരി അമ്മയുടെ വീട്. പുന്നക്കൽ തറവാടെന്ന ആ വീട് ഇന്നും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഊട്ടിയിലും ബുർജ് ഖലീഫയിലുമെല്ലാം വീടുകളുണ്ടെങ്കിലും മോഹൻലാലിന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിൽ ഒന്നാണിത്. പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച ഓടിട്ട ഒരു ഒറ്റനില വീടാണിത്. പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ജനാലകളും റെഡ് ഓക്സൈഡ് പാകിയ നിലവുമൊക്കെയായി നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്നതാണ് ഈ വീടിന്റെ കാഴ്ചകൾ. പിൽക്കാലത്ത് അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട മോഹൻലാലും അമ്മയും സഹോദരനുമൊക്കെ തിരുവനന്തപുരത്തേക്ക് മാറുകയായിരുന്നു. താരത്തിന് 3 വയസ്സായപ്പോഴാണ് അച്ഛൻ വിശ്വനാഥൻ നായർ തിരുവനന്തപുരം മുടവൻ മുകളിലെ കേശവദേവ് റോഡിൽ പുതിയ വീട് പണി കഴിപ്പിച്ചത്. ഹിൽവ്യൂ എന്ന ഈ വീട്ടിലാണ് പിന്നീട് താരം തന്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ചെലവഴിച്ചത്. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലും ഹിൽവ്യൂ എന്ന വീടിന് വലിയ പ്രാധാന്യമുണ്ട്. താരത്തിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതും ഈ വീട്ടിൽ നിന്നാണ്. 1978 തിരനോട്ടം എന്ന സിനിമയുടെ ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. സിനിമയിലെ എന്റെ ആദ്യ വീടാണിത്. തിരനോട്ടത്തിന്റെ കുറെ ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അശോകും സുരേഷും പ്രിയനും സനലും കുമാറും എല്ലാം ഒരു കുടുംബം പോലെ ഞങ്ങൾക്കൊപ്പം ഈ വീട്ടിൽ കഴിഞ്ഞു. വീടിനു മുന്നിലുള്ള റോഡിലൂടെ സൈക്കിൾ ചവിട്ടി വരുന്ന രംഗമാണ് ആദ്യം ചിത്രീകരിച്ചത്. അതായിരുന്നു സിനിമയിലെ എന്റെ ആദ്യ ഷോട്ട് എന്നാണ് മോഹൻലാൽ ഒരിക്കലൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. അങ്ങിങ്ങായി നിരവധി വീടുകളുള്ള മോഹൻലാലിന് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരുന്നു. ദുബായിൽ എത്തുമ്പോൾ മോഹൻലാലിന്റെ താമസം ഈ ഫ്ളാറ്റിലായിരിക്കും. ഡൗൺ ടൗൺ ദുബായിൽ അമ്പരചുംബിയായി നിൽക്കുന്ന ബുർജ് ഖലീഫയുടെ 29ാം നിലയിലാണ് ലാലിന്റെ ഫ്ളാറ്റ്. 160കളിലേറെ നിലകളുമായി ദുബായ് നഗരത്തിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കെട്ടിട ഭീമനിൽ ഒരു മുറി സ്വന്തമാക്കാൻ ലാൽ ചില്ലറയൊന്നുമല്ല പണം വാരിയെറിഞ്ഞത്. അമ്പരചുംബിയിലെ താഴത്തെ നിലയിലെ ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ളാറ്റിന്റെ വില 27.5 ലക്ഷം ദിർഹമാണ്, അതായത് 3.25 കോടിയിലേറെ രൂപ. അതേസമയം മോഹൻലാൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ വീട്ടിൽ വന്ന് താമസിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ഭാവിയിൽ ഇനി അഭിനയം നിർത്തി സുചിത്രയെയും കൂട്ടി ലാലേട്ടന്റെ ജീവിതം ഇനി ഇവിടെയായിരിക്കും എന്നൊക്കെ സ്വപ്നം കാണാം എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചത്. നിരവധി പേരാണ് മനോഹരമായ ഈ വീടിനെ കുറിച്ചും മറ്റും കമന്റുകളുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ 64ാം പിറന്നാൾ. ഈ വേളയിലാണ് അദ്ദേഹം ജനിച്ചു വളർന്ന വീടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. കേരളക്കരയെ ഒന്നാകെ ആഘോഷമാക്കിയ ദിവസമായിരുന്നു ഇത്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആശംസകളുമായി എത്തിയത്. കുറച്ച് സുഹൃത്തുക്കൾക്കും ഭാര്യ സുചിത്രയ്ക്കും ഒപ്പമായിരുന്നു മോഹൻലാലിന്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം.